ഹലോ, മോളിയമ്മയുടെ ഉച്ചയൂണ് റെഡിയായി. അപ്പോൾ ഇന്ന് പല സൈസ് കറിയുണ്ട്. പേരൊക്കെ പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഇന്ന് പിന്നെ ഈദ് മുബാരക് അല്ലേ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക് ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും എല്ലാ വീട്ടിലും സന്തോഷങ്ങൾ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും നല്ലോണം നമ്മുടെ കേരളവും ഇന്ത്യയൊക്കെ എല്ലാം ഒരുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയാനായിട്ടൊക്കെ പ്രാർത്ഥിക്കാം, ആശംസിക്കണം. ഇനി അടുത്ത ഈസ്റ്റർ വരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ 10 ദിവസം ഉത്സവം തൊട്ടപ്പുറത്താണ്. അത് എൻ്റെ വായനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളെന്നല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്കങ്ങനെ ജാതി ഭേദമൊന്നുമില്ല. അതിന് നമ്മുടെ ജാതിയൊക്കെ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ഇല്ലാന്നില്ല. ഇന്നലെ ഞാനൊരു ഇതറിഞ്ഞു, പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാ ദിവസവും അവിയൽ കാണും. അതുകൊണ്ട് തന്നെ അവിയലിൻ്റെ പുറത്ത് ചീര കാണും. നമ്മുടെ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ കൂടെയാണ് വെക്കുന്നത്. അത് കാരണമാണ് കറി എന്തൊക്കെ ഇട്ടെന്ന് പറയാത്തത്. അപ്പം ഇങ്ങനെ ഉരുട്ടി ഇനി കുറച്ച് 4 മണി 5 മണിയാകുമ്പോൾ ഞാൻ പഴുത്ത വെള്ളരിക്ക മേടിക്കാൻ പോകും. പൊട്ട് വെള്ളരിക്ക അയൽവക്കത്തെ വീട്ടിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കുന്നുണ്ട്. എന്നെ ഒരു ദിവസം വിളിക്കാനല്ല, ഒരാഴ്ച വിളിച്ചില്ലെങ്കിലും ആൾക്കാർ പറയണം മോളിയമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, അത് കാരണം ആണ് വിളിക്കാത്തതെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാരക് ആശംസിക്കുന്നു. ഓക്കെ.